ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു അനലോഗ് ടൈമറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ടൈമർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും, ഇതൊരു ക്ലോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പിക്ചർ കൊണ്ട് ക്ലോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് നമുക്കിതിൻ്റെ സെൻട്രൽ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുന്നതല്ല, ഔട്ടറിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. കാര്യം ഔട്ടറിൽ ഒരു 24 hours ക്ലോക്കിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരിതാണ് കാണിച്ചിട്ടുള്ളത്. ആ 24 hours ഡിജിറ്റലിൻ്റെ ഔട്ട്സൈഡ് തന്നെ ഒരു ആരോ മാർക്ക് പോലെ ഇങ്ങനെ ക്ലോക്കിലുള്ള വരകൾ പോലെ കാണാമല്ലോ. ഇതെല്ലാം ഓരോ സ്വിച്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഔട്ട്സൈഡിൽ 24 മണിക്കൂർ എന്നുള്ള ഒരു ഡിജിറ്റൽ കാണിച്ചിട്ടുണ്ട്. ഇതിന് സെൻറ്ററിൽ ഒരു സാധാരണ ക്ലോക്ക് പോലെ 12 മണിക്കൂർ കാണിച്ചിട്ടുള്ളൊരു ക്ലോക്കിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ടൈം സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, 1 2 3 4 അങ്ങനെ ഇവിടെ ഒരു 24 hour ക്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ആരോ മാർക്ക് കണ്ടില്ല, ഒരു ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്, ആരോ മാർക്ക് എവിടെ നിൽക്കുന്നോ അതാണ് ശരിയായിട്ടുള്ള ടൈം എന്നാണ് ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 18 മണിയാണ് കാണിച്ചിട്ടുള്ളത്. 18 മണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 18 മണി, ഈ ആരോ മാർക്കാണ് കറക്റ്റായിട്ടുള്ള ടൈം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരിക്കലും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഇങ്ങനെ കറക്കരുത്. ഓക്കെ, കാരണം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് നമ്മളിങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള മെക്കാനിസം കംപ്ലൈൻ്റ് ആകും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്, സാധ്യത എന്നല്ല. അതുകൊണ്ടാരും അങ്ങനെ കറക്കരുത്. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തിനാണ് പിന്നെ കറക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഈ ക്ലോക്ക് വൈസ് കറക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടൈമിങ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കറക്കുന്നത്, അല്ലെങ്കിൽ ഇത് നമുക്ക് കറക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇല്ല. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. കാര്യം പല ആൾക്കാരുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനലോഗ് ടൈമർ ഒരു ദിവസം ഒരു ടൈമിൽ മാത്രമേ ഓണാക്കി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് പല ആൾക്കാരുടെ ഒരു ധാരണ. എന്നാൽ അത് തെറ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 2 or 3 ഇടവേളകളിൽ ഈ ടൈമർ പ്രവർത്തിപ്പിക്കാം. അതായത് ഇപ്പോൾ രാവിലെ ഒരു 3 മണി മുതൽ രാവിലെ 7 മണി വരെ നമുക്ക് ഓണാക്കി വയ്ക്കാം. അതിനുശേഷമുള്ള ടൈമിൽ ഓഫാക്കി വയ്ക്കുന്ന രീതിയിൽ ഇതിനെ വയ്ക്കാം. അതേപോലെ രാത്രി 6 മണി മുതൽ രാത്രി ഒരു 12 മണി വരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഓണാക്കി വയ്ക്കാവുന്നതാണ്. അങ്ങനെ എങ്ങനെ വേണോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. 24 മണിക്കൂറിനകത്ത് ഇടയിലുള്ള 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇടവേളകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ഓഫ് ആ രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ഇതെല്ലാം ഓരോ സ്വിച്ചുകളാണ്. ഇപ്പോൾ ഒരാൾക്ക് 6 മണി മുതൽ രാത്രി 11 മണി വരെ പ്രവർത്തിപ്പിക്കണം. നമുക്ക് ആ രീതിയിൽ ഈ ടൈമറിൻ്റെ സ്വിച്ചുകളെ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടല്ലോ, ഈ 18 മുതൽ 23 വരെയുള്ള ഡിജിറ്റുകൾ, ഇതിൻ്റെ ഇടയിലുള്ള ഈ ആരോ കാലുകളായിട്ടിരിക്കുന്ന അതാണ് സ്വിച്ചുകൾ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? പുള്ള് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 18, 19 ഇത് രണ്ടിൻ്റെ ഇടയിൽ 4 ആരോ കാലുകളായിരിക്കും കാണുന്നത്. 4 സ്വിച്ചുകൾ, ഓരോ സ്വിച്ചും ഒരു 15 മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. 18ൻ്റെ അടുത്തുള്ള സ്വിച്ച് മുതൽ നമ്മൾ 19, 20, 21, 23 വരെയുള്ള സ്വിച്ചുകളാണ് ഓൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനത് ഇത്രയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനർത്ഥം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ടൈമിൽ ഇത് ഓണാവും. അത് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ സ്വിച്ചുകൾ ഓൺ ചെയ്യണം. അതായത് ഈ കാണുന്നത് ഇങ്ങനെ പുള്ളി ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും സ്വിച്ചുകൾ ഓണായിട്ടുണ്ട്. 18 മുതൽ 23 വരെയുള്ള സ്ഥലത്തെ സ്വിച്ചുകളാണ് നമ്മളിപ്പോൾ ഓണാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ 18ൻ്റെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി പുള്ളി അല്പം പ്രയാസം തോന്നുന്നത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ 18 മണിയാണ് ഇപ്പോൾ ഈ അനലോഗ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് പുള്ളി ചെയ്യാൻ ഇച്ചിരി പ്രയാസം തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അതിന് ശേഷം മാത്രം പുള്ളി ചെയ്താൽ മതിയാവും. ഓക്കെ, അതുപോലെ നമുക്കിനി മറ്റൊരു സമയത്തുകൂടി ഇത് പ്രവർത്തിപ്പിക്കണമെന്ന് വിചാരിക്കുക. അതായത് 4 മണി മുതൽ നമുക്ക് ഒരു കാര്യം ചെയ്യും, ഒരു 7 മണി വരെ ഇത് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ആ ഭാഗത്തെ സ്വിച്ചുകളും കൂടി നമ്മൾ പുള്ളി ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ 4 മണി മുതൽ 7 മണി വരെയുള്ള ടൈമിൽ ഈ ടൈമർ പ്രവർത്തിക്കുകയും ലൈറ്റ് ഓൺ ആവുകയും ചെയ്യും. നമ്മൾ എല്ലാ സ്വിച്ചുകളും പുള്ളി ചെയ്ത്
അതായത് അതിൽ ശരിയായിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു പ്രധാന കാര്യം, പല ആൾക്കാരും ഈ ടൈമറെല്ലാം മേടിച്ചതിന് ശേഷം ഈ സ്വിച്ചെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ പുള്ള് ചെയ്ത് എല്ലാം കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് രാത്രിയാകുമ്പോഴത്തേക്കും ഈ ടൈമർ വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർ വിളിക്കാറുണ്ട്. അത് ഇവിടെ വേറൊരു സംഭവം കൂടിയുണ്ട്. നിങ്ങൾ ഈ 15-ൻ്റെ അടുത്തൊരു സ്വിച്ച് കണ്ടല്ലോ, ഈ സ്വിച്ച് വെറുതെ ഒരു സ്വിച്ചല്ല, ഇതാണ് നമ്മുടെ ടൈമറിനെ ശരിയായിട്ട് പ്രവർത്തിപ്പിക്കുന്ന സ്വിച്ചാണ്. ഇത് കണ്ടല്ലോ, ഈ സ്വിച്ചിൻ്റെ മേളിലൊരു 1 എന്ന് പറയുന്നത്, അതിനർത്ഥം ഈ 1 എന്ന് പറയുന്ന സംഭവത്തിലേക്ക് നമ്മൾ ഈ സ്വിച്ചിനെ പുള്ള് ചെയ്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈമറിൽ നിന്ന് പോകുന്ന ഔട്ട് എപ്പോഴും ഓണായിരിക്കും. അതായത് ഈ ടൈമറിൽ കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റ് എപ്പോഴും ഓണായി തന്നെ ഇരിക്കും. ഇത് 0യിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമർ ഇനി എന്തൊക്കെ ചെയ്താലും എപ്പോഴും ഓഫായിട്ട് തന്നെ ഇരിക്കും, അതിൻ്റെ ലൈറ്റുകളെല്ലാം ഓഫായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനെ സെൻട്രൽ പൊസിഷനിൽ തന്നെ വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ ടൈമർ കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമർ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ തന്നെ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം കണക്ഷൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചുമ്മാ ഇങ്ങനെ വലിച്ചു പിടിച്ച് കളയരുത്. ഇതിൻ്റെ ഈ ഭാഗം ഇത് നോക്കിയിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതിന് ജസ്റ്റ് ഇങ്ങനെ വലിക്കണം. ഇപ്പോഴത്തേക്ക് അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ, ഇതിനകത്ത് ഒരു സ്ക്രൂ, അങ്ങനെ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ 2 സ്ക്രൂവും നമുക്ക് റിലീസ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കി എന്തായത് കണ്ടോ, ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൂടെയാണ് വയർ നമ്മുടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഇതിനകത്ത് ടെർമിനലൊക്കെ കാണാം. അതല്ലാതെ ഇതിനകത്ത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ വോൾട്ടേജ്, കോൺടാക്ട് റേറ്റിംഗ് 16 ആംപിയർ വരെ നമുക്ക് ഇതിനകത്ത് 16 ആംപിയർ കപ്പാസിറ്റിയാണ് പറയുന്നത്. 16 ആംപിയർ കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ആംപിയറൊക്കെ കൊടുക്കേണ്ട കാര്യമുള്ളൂ. മാക്സിമം അതാണ് നല്ലത്. ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നതാണ് ടൈമർ. ഈ ആരോ മാർക്ക് 18-ൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 18 മണി എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നമ്മളിത് ഒന്ന് കറക്കിയിട്ട് 19ലേക്ക് എത്തി, കണ്ടോ, നേരെ കളിക്കുന്നു, ഉണ്ടോ 19. ഇതിൻ്റെ അർത്ഥം 7 മണിയാണ്. 6, 7 മണി എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഈ പറയുന്ന ക്ലോക്കിൻ്റെ ഇതെല്ലാം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ 6, 9, 12 ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ആരോ മാർക്ക് എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് അതാണ് ടൈമിങ്. കാര്യം ഇത് 24 മണിക്കൂർ ക്ലോക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അവരുടെ ഡയഗ്രാം. ഇൻപുട്ടായിട്ട് കയറുന്നതാണ്. രണ്ടാമത്തെ ന്യൂട്രൽ ഇൻപുട്ട് കയറുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് 1-ലും കയറുന്നുണ്ട്, അതിന് ശേഷം 3-ൽ കയറുന്നുണ്ട്. അത് ഇതിൻ്റെ ഔട്ട്പുട്ടാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്വിച്ചിൻ്റെ കേസ്, ലാസ്റ്റ് പെർ പ്രോഗ്രാമർ പെർമനൻ്റ് ആയിട്ട് ഓൺ പൊസിഷനിൽ വെക്കണം. പെർമനൻ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതിനെ ഈ സ്വിച്ചിനെ, പെർമനൻ്റ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് ഈ സ്വിച്ച് ഈ പൊസിഷനിൽ വെക്കണം. ഓക്കെ, സെൻട്രലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെൻട്രൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആസ് പെർ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആർക്കായിട്ട് നമ്മൾ സെൻട്രൽ വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതുപോലെ പെർമനൻ്റ് ഓഫ് ആണെങ്കിൽ മേലോട്ട് വെക്കുന്നത്, ഈ സാധനം മേലോട്ട് വെക്കണം. ഇനി നമ്മൾ ഈ പറഞ്ഞ കണക്ഷൻ ഡയഗ്രാം ഇതിൻ്റെ ഈ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കത് നോക്കാം. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ സാധനമാണ് ഓപ്പണായി വരുന്നത് കേട്ടോ ആദ്യം. ഓക്കെ, ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഈ സാധനമുണ്ട്. ഇത് ചുമ്മാ ഇങ്ങനെ വലിച്ച് പൊക്കുന്ന ഒരു ടൈപ്പാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളിതിനെ ഊരി എടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രാം അത് പറഞ്ഞിട്ടുള്ളത് പോലെ ഉണ്ട്. പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം 3, 4, 5 ഇതിനകത്ത് ഒരു NC, NO എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾസുകളാണ്. ഒപ്പം വേണ്ടത് ഒരു ഇൻപുട്ട് ഒന്ന് നിൽക്കുന്ന ബോക്സാണ്, പിന്നെ കണക്ഷൻ നൽകാനുള്ള വയറുകളും. നമുക്ക് ആദ്യം ഇൻപുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് പവർ 1, 2 ഇൻപുട്ട് കൊടുക്കാം. ഇവിടെ പവർ 1, 2. എപ്പോഴും 1 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫേസ് ആയിരിക്കും, 2 ന്യൂട്രലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ടിന് വേണ്ടിയിട്ട് 2 ന്യൂട്രൽ കൊടുക്കുക, 1 പവർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബോർഡ് എടുത്തുകൊണ്ട് വന്നു. ബോർഡിൻ്റെ ഇൻപുട്ട് ഇവിടെ വന്ന്
നിൽപ്പുണ്ട്, മുമ്പോട്ട് നിൽപ്പുണ്ട്. ഫേസ് ഔട്ട്പുട്ട് ഫേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഔട്ട്പുട്ട് ഇങ്ങോട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലോഡ് ലൈൻ ചാർജ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൈമർ പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എന്ത് ചെയ്യണം, ടൈമിംഗ് സെറ്റ് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളതിനനുസരിച്ചിട്ടാണ് സമയം നിൽക്കുന്നത്. 19, അതായത് 7 മണി ആണ് നിലവിൽ ഈ ടൈമർ. എന്നാൽ നിലവിൽ നമുക്ക് ഇപ്പോൾ 8 മണിയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായി 8 മണിയിലേക്ക്, അത് 20ലേക്ക് വയ്ക്കണം. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ അത് കറക്റ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൂചി ചാടി അങ്ങ് പോകും, വളരെ പെട്ടെന്ന് അങ്ങ് പോകും. അതുകൊണ്ട് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 20 വയ്ക്കണം. കറക്റ്റ് 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണാകും. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് ഇതാണ് സംഭവം, ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ലാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ എടുക്കാം. ഔട്ട്പുട്ടിനകത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ലോഡ് 4-ലും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 4-ലും 2 കോമൺ ചെയ്ത് ലോഡ് കൊടുക്കുകയാണ്. അതായത് ന്യൂട്രൽ കോമൺ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 4-ൽ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4, ഇതാണ് 4-ൽ കൊടുക്കാം. 4 കൊടുത്തു. 2 കോമൺ ചെയ്ത് ന്യൂട്രൽ നമ്മൾ ഇവിടെ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഇവർ പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സംഭവമുണ്ട്. ഇത് ലൂപ്പ് ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റവും കൂടി നമുക്ക് ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇനി ചെയ്യാനുള്ള വേറെ സംഭവം കൂടി ഉണ്ട്. ഇതാ ഈ 3 ഫേസും കൂടെ ഒരു ലൂപ്പുണ്ട്. കണ്ടോ, ഈ ഫേസ് നേരെ വന്ന് നമ്മുടെ ഇൻപുട്ടിൽ കയറിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഇൻപുട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നേരെ ലൂപ്പ് ചെയ്ത് വന്ന് 3 എന്ന് പറയുന്ന പോളിൽ കയറിയിട്ടുണ്ട്. കണ്ടല്ലോ, 3-ാമത്തേൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ലൂപ്പ് ചെയ്ത് ഈ 3-ലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, 1 to 3 ഇത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഫേസ് 1-ൽ നിന്ന് നേരെ വന്നത് 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂപ്പ് വയർ റെഡിയാണ്. ഈ 3-യുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമ്മുടെ വയർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് പതുക്കെ വെയിറ്റ് ചെയ്യുക. ഈ 1 റിലീസ് ചെയ്യുക. ഇതിലേക്ക് ഈ വയറും കൂടി കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 8 മണിക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8:10 ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, 9 മണി മുതൽ 12 മണി വരെ കത്തുന്ന രീതിയിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിയാണ്. 9 മണി മുതൽ 24 എന്ന് നിങ്ങൾക്കറിയാമല്ലോ, 12 മണി വരെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് സ്വിച്ചുകൾ. അതിനുശേഷം ഞാൻ ഇത് 3 മണി മുതൽ 5 മണി വരെ 3 മണി മുതൽ 5 മണി വരെ, അതായത് കണ്ടല്ലോ സ്വിച്ച് ഓണാണ്. 3 to 5 ഇവിടെ വെച്ചിട്ടുള്ളത് 9 മണി മുതൽ 24, അതായത് 12 മണി വരെയാണ് ഓണാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഓണാക്കാൻ വേണ്ടി പോവുകയാണ്. സപ്ലൈ എല്ലാം വന്ന് നിൽപ്പുണ്ട്. ഓണാക്കുമ്പോഴത്തേക്കും സപ്ലൈ ഇവിടെ വരും. അപ്പോൾ ഞാനിത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈൻ സപ്ലൈ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇവനാണ് നമ്മുടെ ലൈറ്റ്. നമ്മളിനി ഈ ടൈമറിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവൻ ഓൺ ആവുകയില്ലേ നമുക്ക് നോക്കാം. നമ്മൾ ചെയ്യാനുള്ളത് ഈ സാധനം, ഈ ടൈമർ റൊട്ടീൻ ചെയ്യുക. ഞാൻ ടൈം ആകുമ്പോഴത്തേക്ക് ഓൺ ആവുന്നുണ്ടോ ഇല്ലേ നോക്കാം. യെസ്, ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, 9 മണി. നൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21, അതായത് രാത്രി 9 മണി എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഈ ടൈം മുതൽ ഈ ടൈം മുതൽ ഈ സ്വിച്ചുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇത് 12 മണിയാകുമ്പോഴത്തേക്കും ഓഫ് ആകണം. അപ്പോൾ നമുക്ക് ഇതിനെ റൊട്ടീൻ ചെയ്യുമ്പോഴത്തേക്കും ഓഫ് ആകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. 10 മണി കഴിഞ്ഞു, 11 മണിയായി. അപ്പോൾ 12 മണിയാകുമ്പോഴത്തേക്കും ഓഫ് ആവണം. അപ്പോൾ 12 മണി ആകാറായി, 12 മണി ഓഫായി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എത്ര മണിക്കാണ്? ഈ 3 മണി മുതൽ 5 മണി. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം 3 മണി ആകുമ്പോഴത്തേക്കും ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ. റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. ഓക്കെ, മണി എത്രയായി? 1, 2, 3 ആകുമ്പോൾ യെസ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 3 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സ്വിച്ച് വലിച്ചപ്പോഴത്തേക്കും ആയിട്ടുണ്ട്. 3 മണി ആയപ്പോഴത്തേക്കും ഇതങ്ങ് ഓൺ ആയിട്ടുണ്ടേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് 5 മണിയാകുമ്പോഴത്തേക്കും ഇത് ഓഫ് ആവും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 4:45 ഓഫായി ഒരു 5:45 ആകുമ്പോഴത്തേക്കും ഓൺ ആവുന്ന രീതിയിൽ നമുക്കിത് വെക്കാം. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 5 മണി ആവാൻ വേണ്ടി പോവുകയാണ്. യെസ്, 4:45 ഇരുപതോടെ തന്നെ ഇത് ഓൺ ആവും കേട്ടോ. ഇത് 6 മണി ആകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓണായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 6 മണി ആയപ്പോഴത്തേക്ക് ഇത് ഓഫായി. യെസ്, 12 മണി. ഇത് ഈ ലീഡിൽ ഇവിടെ എത്തിയില്ലെങ്കിലും ഇപ്പം 12 മണി ആയപ്പോഴത്തേക്ക് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് ഇവൻ 13 മണിയാകുമ്പോഴത്തേക്ക് നോക്കാം. യെസ്, ഓഫായി. പിന്നെയും കറങ്ങി വരുന്നു. അടുത്ത ദിവസം 21 ഇവിടെ എത്തുമ്പോഴത്തേക്കും അടുത്ത് പിന്നെ ഓണാവുകയാണ്. ഓണാവട്ടെ. യെസ്, അത് അടുത്ത് ഓഫാവുന്നു. അടുത്തത് ഈ അരമാർക്കത്ത് ഇവിടെ എത്തുമ്പോൾ പിന്നെ ഇത് ഓണാവുകയാണ്. യെസ്, അത് ഇതാണ് ടൈമിങ്. എപ്പോഴാണോ ഈ പോയിന്റിൽ ഇത് വരുന്നത്, ഈ പോയിന്റിൽ ഈ സ്വിച്ചിൻ്റെ ഇത് വരുന്നത്, അപ്പോൾ ആ ഒരു ടൈം ആവുകയാണ്. അത് ഓണായിപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇതേപോലെ. ഓക്കെ, ഈ മാർക്ക് ഓൺ പൊസിഷൻ വരുമ്പോഴത്തേക്ക് ഇത് ഓണാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.